ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്, നിങ്ങൾക്കറിയാം, നമ്മുടെ PSCയുടെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുമ്പോൾ തന്നെ, അതായത് നമ്മുടെ VFA, നമ്മുടെ ബെപ്കോ, നമ്മുടെ കമ്പനി ബോർഡ് LGS അല്ലേ, അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ പ്രധാനമായിട്ടും ഇതിനെല്ലാം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ അല്ലേ, വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. കമന്റ് സെക്ഷനിൽ കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇതിനൊക്കെ പ്രിലിംസ് കാണുമോ, അതോ മെയിൻ ഒരൊറ്റ എക്സാമിനേഷൻ മാത്രമേ നടത്താറുള്ളൂ, അല്ലെങ്കിൽ അത് നടത്തുകയുള്ളൂ? ഒരുപാട് സംശയങ്ങൾ പ്രധാനമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പം ഇത്തരത്തില് നമ്മുടെ കേരള PSCയുടെ ഭാഗത്തു നിന്നും ഈ അടുത്തിടെ, അതായത് നമ്മുടെ ജനുവരി മാസങ്ങളിലായിട്ടും അതായത് കഴിഞ്ഞ ഡിസംബർ മാസങ്ങളിലായിട്ടും ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനോട് ഒപ്പം തന്നെ നമ്മുടെ ജനുവരി ആദ്യം തന്നെ PSCയുടെ ഭാഗത്തു നിന്നും അവരുടെ എക്സാം കലണ്ടർ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, ഈ VFA, ബെപ്കോ LD എന്നിങ്ങനെ പറയുന്ന എക്സാമിനേഷൻസിന് പ്രിലിംസും മെയിൻസും കാണുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കാന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മുടെ വില്ലേജ് ബിൽ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അല്ലെ. ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഇതിന് ഇനിയും ദിവസങ്ങൾ നിങ്ങൾക്ക് എന്താണ് ബാക്കിയാണ്. കാരണം ഇന്നെന്ന് പറയുന്നത് ഏകദേശം 8-ാം തീയതിയാണ് അല്ലെ. ഓക്കെ, 15/12/2025 ഗസറ്റ് ഡേറ്റ് വന്നു. 14/1/2026 ലാസ്റ്റ് ഡേറ്റ് ഉള്ള വില്ലേജ് ബിൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അത്. വില്ലേജ് ബിൽ അസിസ്റ്റന്റിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് 23,700 മുതൽ ഏകദേശം 52,600 വരെയാണ് സാലറി സ്കിൽ. അറിയാവുന്ന കാര്യങ്ങളാണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. ഇത് തൊട്ട് താഴെയായിട്ട് നൽകിയിട്ടുള്ളത് ഈ വില്ലേജ് ബിൽ അസിസ്റ്റന്റിന് അതിനുള്ള ഇതേ 571/2025 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലുള്ള വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ഒക്കെ എക്സാമിനേഷൻ എന്ന് കാണും എന്നുള്ളത് എന്താണ് ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അത് നൽകിയിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വില്ലേജ് ബിൽ അസിസ്റ്റന്റിന്റെ എക്സാം എന്ന് പറയുന്നത് അത് സെപ്റ്റംബർ നവംബർ മാസങ്ങളുടെ ഇടയിലായിരിക്കും എന്നുള്ളത് അല്ലെ. സെപ്റ്റംബർ നവംബർ മാസങ്ങളുടെ ഇടയിലായിരിക്കും. നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് 2 എക്സാമിനേഷനെ കുറിച്ച് പറയുന്നില്ല അല്ലെ. അതായത് ഒരു പ്രിലിംസിനെ കുറിച്ചോ ഒരു മെയിൻസിനെ കുറിച്ചോ അതിനകത്ത് പറയുന്നില്ല. ഒരൊറ്റ എക്സാമിനേഷനെ കുറിച്ച് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ എന്നുള്ളതാണ്. അത് ഒറ്റ എക്സാമിനേഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ പറയുന്ന വില്ലേജ് ബില്ലിന് വേണ്ടി പഠിക്കുന്നവരാണ്. നിങ്ങൾ ഒറ്റ എക്സാമിനേഷൻ പാസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് പറ്റും, ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇന്നിപ്പോ ജനുവരിയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. 8 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. 8 മാസം കൊണ്ട് തീർച്ചയായിട്ടും ഒരു പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ തന്നെ ഒരു VFA പോലുള്ള വില്ലേജ് ബിൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാമിനേഷൻ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതും 2 ഫേസ് ആയിട്ട് എക്സാമിനേഷൻ ഇല്ല എന്നുള്ളത് അല്ലെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം പറയാം. ഓക്കെ, നോക്കിയേ, ഇതൊരു 18 to 36 വയസ്സിനിടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. SSLC വിദ്യാഭ്യാസ യോഗ്യതയാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇനി അപേക്ഷിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ കിട്ടാവുന്ന അപേക്ഷകൾ എന്ത് ചെയ്യുക, സമർപ്പിച്ചിട്ട് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ എക്സാമിനേഷൻ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് അതിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെ ഒരു ക്വസ്റ്റിനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം നമ്മൾ എത്രയൊക്കെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്താലും ഒരു പരീക്ഷ അന്തരീക്ഷത്തിലിരുന്ന് ഒരു പരീക്ഷ എഴുതുന്നതിലുള്ള ഒരു ഫീലും നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിനേഷൻ എഴുതുന്നതിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പൊ ആ ഒരു ടെൻഷൻ സോണിലിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ റിസ്ക് ഹാൻഡിൽ ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അപേക്ഷിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തുടർച്ചയായി തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അടുത്തത് ഓക്കെ, ഇനിയെന്ന് പറഞ്ഞാൽ അടുത്തത് ബിവറേജ് ആണ്. നമ്മുടെ ബിവറേജ് LD അല്ലെങ്കിൽ ഇപ്പോൾ ബെപ്കോ LD നമ്മൾ പറയാറുള്ള കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഇത് 619/2025 കാറ്റഗറി നമ്പറിൽ 30/12/2025 വന്ന് 4/2/2026 വരെ നീണ്ടു നിൽക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അതിനകത്ത് ഈ പറയുന്ന സാലറിക്കകത്ത് നൽകിയിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ പറയുന്ന ബെപ്കോയിൽ കയറിയിട്ട് ജോലിക്കിരിക്കുന്നവരുടെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതല്ല അതിന്റെ സാലറി സ്കെയിൽ എന്നുള്ളത് അല്ലെ. ഇപ്പൊ മാറിയിട്ടുണ്ട്. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അല്ലെ. 18 to 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. റിസർവ്ഡ് കാറ്റഗറീസ് ഇച്ചിരിയും കൂടെ എന്ത് ചെയ്യും, ഏജ് അങ്ങോട്ട് എന്ത് ചെയ്യും, നീട്ടി കിട്ടുന്നതാണ്. ശരിയല്ലേ? ഓക്കെ, ഇനി
നിങ്ങൾ നോക്കിയേ, നമ്മുടെ ബിവറേജസ് എൽ ഡിയുടെ ഓക്കെ ആണത് ബിവറേജസ് എൽ ഡിയുടെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് നിങ്ങൾ മുന്നിലുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ കേരള PSC അവർ ഈ പറഞ്ഞ എക്സാം അപ്ഡേറ്റോടെ നൽകിയിട്ടുള്ള ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു, അടുത്ത പുറത്തിറക്കുന്ന നോട്ടീസ് ഉണ്ടായിരുന്നു, ഈ എക്സാമുകൾ എന്തൊക്കെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയേ, ഇതിനകത്ത് 2 സെറ്റായിട്ടാണ് എക്സാം കാണാൻ വേണ്ടി സാധിക്കും. നോക്കിയേ, 619/2025, അതായത് നമ്മളെല്ലാം അപേക്ഷിച്ചിട്ടുള്ള കാറ്റഗറി ലോവർ ഡിവിഷൻ ക്ലർക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അല്ലെ, കേരള സ്റ്റേറ്റ് ബിവറേജസ് ആൻഡ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക്. അത് 2 സെറ്റ് എക്സാമിനേഷൻ, അതായത് ഒരു പ്രിലിംസും ഇതിന് മെയിൻസും ഇതിനുണ്ട് എന്നുള്ളതാണ് അല്ലെ. പ്രിലിംസും മെയിൻസും ബെക്കോയ്ക്കുണ്ട്, BFAക്ക് ഇല്ല അല്ലെ. അതായത് ബെക്കോ എഴുതുന്ന ഒരാളാണെങ്കിൽ അയാൾ പ്രിലിംസും മെയിൻസും എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ BFA എഴുതുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇതിന് എന്തേ ഉള്ളൂ, പ്രിലിംസ് അല്ലെങ്കിൽ ഒരു ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് ബെക്കോയുടെ എന്ത് നടക്കാൻ പോകുന്നത്, പ്രിലിംസ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് അതിന്റെ മെയിൻസ് നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ. 4-2 വരെ ഉണ്ട്, അതായത് ഫെബ്രുവരി മാസം 4-ാം തീയതി വരെയാണ് അപേക്ഷിക്കൽ അവസാന തീയതി എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഈ പറഞ്ഞ ബെക്കോ എന്ന് പറയുന്നത്, ശരിയല്ലേ. ഈ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്ന വളരെ ആകർഷകമായിട്ടുള്ള ഈ പറയുന്ന ഫെസ്റ്റിവൽ ബോണസുകളും മറ്റു കാര്യങ്ങളും കൊണ്ടും ഒരുപാട് പേരെ ആകർഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജോബാണ് ഈ പറയുന്ന ബെക്കോ LD എന്ന് പറയുന്നത്, ശരിയല്ലേ. അപ്പം അത്തരത്തില് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് എന്താണ് സമയം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇപ്പോഴേ അപേക്ഷിക്കുക, നിങ്ങൾക്ക് എന്താണ് സാധിക്കുക, അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉണ്ട്, നിങ്ങൾ അവർ പറയുന്ന എഡ്യൂക്കേഷൻ ഈ പറയുന്ന ഏജ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് എന്താണ് ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്, അതിനു വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഓക്കെ ജൂലൈ തന്നെ കൂട്ടുക. കാരണം പറയുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നൽകിയിട്ടുള്ളത്, നമുക്ക് ജൂലൈ കൂടെ കൂട്ടാം. അങ്ങനെ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്താണ് ഏകദേശം 7 മാസങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. 7 മാസങ്ങളൊക്കെ മതി ഒരാളെ സംബന്ധിച്ചോളം, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഈ പറയുന്ന സിലബസിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ടും വേണ്ടത് ഒരു കോൺഫിഡൻസും എന്നെ കൊണ്ട് അത് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസവുമാണ് അല്ലെ. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, എന്നെ കൊണ്ട് പഠിക്കും എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഓക്കെ, അല്ല ഈ വരാൻ പോകുന്ന എന്താണ് റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് കാണും. ഓക്കെ, അങ്ങനെ ഒരു എന്താണ് ഒരു മോട്ടീവോട് കൂടി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പറയാറുണ്ട് ഈ പറയുന്ന 2 വേക്കൻസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പറയുന്ന 10 വേക്കൻസിക്ക് വേണ്ടി പഠിക്കുന്ന എന്തിനാന്നുള്ളത്. ഓക്കെ, അങ്ങനെ ചില ആളുകളെ കാണാറുണ്ട്. ചിലർ ഈ പറയുന്ന 100 വേക്കൻസി ഉണ്ടെങ്കിൽ അയക്കാറില്ല അല്ലെ. ഒരു 10 എന്താണ് ഒരു 1000 വേക്കൻസി ഒക്കെ വരട്ടെ എന്നിട്ട് അയക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്താണ് പറയുന്നത്, നമ്മളെ പ്രധാനമായിട്ടും നമ്മളെ കൊണ്ട് ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മളെ കൊണ്ട് ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇപ്പോൾ ഒരു എയിം ചെയ്തിരിക്കുന്ന ഒരു എക്സാം ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള സിലബസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2നും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന സിമിലർ ആയിട്ടുള്ള മറ്റ് സിലബസോട് സാമ്യമുള്ള മറ്റേതെങ്കിലും എക്സാമിനേഷനുകൾ പഠിക്കുകയാണെങ്കിൽ, പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനോ മറ്റൊക്കെ പഠിക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ 2നും കൂടെ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരുപാട് ഉപകാരത്തുണ്ടെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ പോയാലും മറ്റൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊന്ന് പറയുന്ന എന്താണ് വേക്കൻസിയെ സംബന്ധിച്ച് ആളുകൾ അയക്കാത്തതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 100 വേക്കൻസികളെ ഉള്ളൂവെങ്കിൽ ആ 100ലേക്ക് എനിക്ക് എത്താൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ. പറയാം 100ലേക്ക് എത്താൻ കഴിയില്ല, എന്നെ കൊണ്ടാവില്ല എന്നുള്ളൊരു ധാരണ കൊണ്ടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായിട്ട് ഇതിനെ അപേക്ഷിക്കാത്തത്. ശരിയല്ലേ. ഓക്കെ, അപ്പോൾ പല കാരണങ്ങൾ കാണാത്ത ഒരു കാരണമാണ് പ്രധാനങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി എന്താണ് ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങളത് മാറ്റിവെക്കുക. നിങ്ങളെ തന്നെ എന്താണ് ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. നോക്കിയേ, നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ബെക്കോയ്ക്ക് 2 ഘട്ട എക്സാമിനേഷൻ ഉണ്ട്, EFAക്ക് 1 ഘട്ട എക്സാമിനേഷനേ ഉള്ളൂ അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡിനും ഇത്തരത്തിൽ അല്ലെ, കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എലിജിയസ് വേരിയസ് കമ്പനികൾ ബോർഡിലേക്ക് നോക്കിയേ, അതിന് ഈ 2 ഘട്ട എക്സാമിനേഷൻ ആണ് ഉള്ളത്. അത് ഈ പറയുന്ന പ്രിലിംസ് എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലേക്കും പറയുന്ന മെയിൻസ് എന്ന് പറയുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നടത്താൻ വേണ്ടി പോകുന്നത്. അതായത് ഈ വർഷം തന്നെ പ്രിലിംസും മെയിൻസും നടത്തും എന്നുള്ളതാണ്.
അപ്പം നിങ്ങൾ ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറയുന്ന മാസങ്ങൾ കൊണ്ട് തന്നെ 7 മാസങ്ങളോളം നിങ്ങളുടെ മുന്നിലുണ്ട്. 7 മാസങ്ങൾ തന്നെ നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഓരോ ടോപ്പിക്കിനും ഓരോ ദിവസം അതെന്ത് ചെയ്യുക, നിങ്ങളത് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, ചിലർ റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിച്ച് പഠിക്കുന്നവർ കാണും, ചില SCRT ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ആശ്രയിച്ച് പഠിക്കുന്നവർ കാണും. ഓക്കെ, ചിലർ ഈ പറയുന്ന രീതിയിൽ മറ്റ് എന്താണ് ട്യൂഷൻ സെൻ്ററുകൾ വഴിയോ മറ്റ് മാധ്യമങ്ങൾ വഴി പഠിക്കുന്നവർ കാണും. എങ്ങനെയായിക്കോട്ടെ നിങ്ങളുടെ പഠനം എന്ന് പറയും. പക്ഷേ അത് വ്യക്തമായിട്ട് നല്ലൊരു പഠന രീതി ഉണ്ടാക്കിയ ശേഷം എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെ പഠിക്കണമെന്നോ ഏത് രീതി പഠിച്ചാൽ മാത്രം എനിക്ക് എക്സാമിനേഷൻ പാസ്സാവുമെന്നോ അതൊന്നും അറിയാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളുടെ ഇടയിൽ തന്നെ കാണും അല്ലേ. അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കമ്പനി ബോർഡിനായിക്കോട്ടെ, ബെക്കോയ്ക്ക് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് രജിസ്റ്റർ ആയിക്കോട്ടെ, VFA ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇവിടെ ASLB അക്കാഡമിയിൽ നമ്മൾ ഈ കമ്പനി ബോർഡിന് മറ്റുമായിട്ട് ഈ പറയുന്ന VFAയ്ക്കും ബെക്കോയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രയാണം എന്നുള്ളതാണ് ബാച്ചിന്റെ പേരെന്ന് പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി എങ്ങനെ ജോയിൻ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ASLB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം പഠിച്ചു തുടങ്ങുന്നവർ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങളുടെ യാത്ര നിങ്ങൾ ഇവിടെ തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കും. അതിന് ഒരു ആത്മവിശ്വാസവും അതിന് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക ആണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, പൂർത്തിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഏറെക്കുറെ ഡൗട്ടുകളൊക്കെ മാറിയിട്ടുണ്ടാവും. കലണ്ടർ വന്നുള്ള കാര്യമൊക്കെ കുറേ പേർക്ക് അറിഞ്ഞു കാണില്ല. പൂർത്തിരിക്കുക. ഇവിടെ VFAയ്ക്ക് പ്രിലിംസ് ഇല്ല, പറയുന്ന പ്രിലിംസ് മെയിൻസ് 2 ഇല്ല, ഒറ്റ എക്സാമിനേഷനേ കാണുള്ളൂ. ബെക്കോയ്ക്ക് 2 എക്സാമിനേഷൻ ഉണ്ട്, കമ്പനി ബോർഡിനും 2 എക്സാമിനേഷൻ. ഓക്കെ, ബെക്കോയ്ക്കും കമ്പനി ബോർഡിന് 2 എക്സാമിനേഷൻ ഉണ്ട്, VFAയ്ക്ക് ഒറ്റ എക്സാമിനേഷനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പഠിച്ച് ഈ ഒരു വർഷം തന്നെ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് ഒരു ഗവൺമെന്റ് ജോലി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ജോലി കരസ്ഥമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു, ബൈ.